സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉർവശി ചേച്ചി മമ്മൂക്കയെ പറ്റിയും മോഹൻലാലിനെ പറ്റിയും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഞാൻ കണ്ടു. ഇതാണ് മമ്മൂക്ക, ഇങ്ങനെയാണ് മമ്മൂക്കയെ പറ്റി പറഞ്ഞതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളാണ് കമൻറ്റ് ചെയ്യുന്നത്. ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെയല്ല ആ ജനങ്ങൾ ആരും, അല്ലെങ്കിൽ എനിക്ക് ആ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആരും സ്നേഹിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഭ്രാന്തനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യത്വത്തിനും സ്നേഹബന്ധങ്ങൾക്കും വില കൊടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ ജനങ്ങൾ സ്നേഹിക്കുന്നത്. അതാണ് എനിക്ക് ആ ഒരു കമൻറ്റുകളിൽ മനസ്സിലായത്. ഒരൊറ്റ കമൻറ്റ് പോലും മോശമായിട്ട് മമ്മൂട്ടിയെ പറയുന്നതില്ല. കുറേ ഏട്ടൻ ഫാൻസ് വന്നും എഴുതുന്നുണ്ട്, അതൊക്കെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹത്തിനെ വിളിച്ചോതുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. അതിനെ എല്ലാം മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു കൂട്ടം ജനങ്ങളാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ വൻ വിജയമായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ സീറ്റുകൾ കിട്ടാതെ പല ആളുകളും വിഷമിച്ച് പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെയാണുള്ളത്. അങ്ങനെ ആ പടം തകർത്താടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക സ്നേഹിച്ച് കൊന്നുകളഞ്ഞ, പ്രണയിച്ച് കൊന്നുകളഞ്ഞ ആ നായികമാരുടെ ഒരു കൂട്ടത്തിനെ വെച്ചുകൊണ്ട് ജിഞ്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ വരികയുണ്ടായി. അപ്പോൾ അത് ഞാൻ കാണാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് കണ്ടപ്പോഴാണ് അത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ആ ഒരു സിനിമ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ കഥാപാത്രം ഏത് രീതിയിലാണെന്നുള്ളത്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സിനിമകളിൽ കണ്ടതോ അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. അതാണ് ഒരു മിറക്കിൾ, അല്ലെങ്കിൽ ഒരു മാജിക് എന്നൊക്കെ പറയുന്നത്. ആ ഒരു മാജിക് തന്നെയാണ് മമ്മൂക്കയുടെ ഓരോ കഥാപാത്രങ്ങളിലും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിവാദങ്ങൾക്കെല്ലാം ഇടയിലും കളങ്കാവൽ വിജയമായപ്പോൾ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം, ശ്രദ്ധേയമായൊരു കാര്യം, എൻ്റെ തിരഞ്ഞെടുപ്പുകളെ വിശ്വസിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും കേരളത്തിലെ എല്ലാ ജനങ്ങളോടും എൻ്റെ നിർവാജ്യമായ കൂറ്, അല്ലെങ്കിൽ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുന്നത്. മമ്മൂക്ക എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. മമ്മൂക്ക ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊന്നുമല്ല മമ്മൂക്ക എപ്പോഴും പറയുന്നത്. മമ്മൂക്കയ്ക്ക് ഓരോ അവസരങ്ങൾ വരുമ്പോഴും, അല്ല ഓരോ ചാൻസ് വരുമ്പോഴും അതിലെല്ലാം മമ്മൂക്ക ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുകയാണ്. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളിൽ കൂടിയും തനിക്ക് കിട്ടുന്ന ചാൻസുകളിൽ കൂടിയും എല്ലാം ഇംപ്രൂവ് ആവാനായിട്ട് മമ്മൂക്ക ശ്രമിക്കുകയാണ്. അതിലെല്ലാം മമ്മൂക്ക എടുത്തു പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, എന്നെ സിനിമയ്ക്ക് ആവശ്യമില്ല, എനിക്കാണ് സിനിമയെ ആവശ്യം. അപ്പം അതുകൊണ്ട് തന്നെയും ഞാൻ ആ സിനിമയുടെ പിന്നാലെ തന്നെ പോകും. നമുക്കറിയാം, നാളിതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത, ഒരു പെണ്ണ് വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. ഒരാൾക്ക് അഭിനയിച്ച് ജീവിക്കുക എന്ന് പറയുന്ന വലിയ പാടാണ്, അല്ലേ? അതായത് ജീവിതത്തിൽ അഭിനയിക്കുക, സിനിമയിലല്ല, ജീവിതത്തിൽ അഭിനയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. വേണമെന്ന് വെച്ചാൽ അഭിനയിക്കാൻ പറ്റും, കൂടിപ്പോയി ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, കഷ്ടിച്ചൊരു മാസം, അതുവരെ അതിന് ആയുസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാളുടെ ജീവിതകാലം തുടങ്ങി ഇന്ന് വരെ 74 വർഷം വരെ അദ്ദേഹം മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്. അല്ലെ, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്താണോ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കപടമുഖമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ആയതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയെ ഇപ്പോഴും മലയാള സിനിമ വിടാതെയും, മമ്മൂക്ക മലയാള സിനിമ വിടുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധ്യമായത്. ഇപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എനിക്ക് മോഹൻലാലിനോട് വിരോധമൊന്നുമുള്ളൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ മമ്മൂക്കയുടെയും മോഹൻലാലിന്റെ വിഷയങ്ങൾ തമ്മിൽ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മമ്മൂക്കയുടെ മോഹൻലാലിന്റെ വിഷയങ്ങൾ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും മോഹൻലാൽ നിശബ്ദത പാലിച്ചുകൊണ്ടാണ് ഇരിക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല, അല്ലെ അദ്ദേഹത്തിനെ ആരോ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, അല്ലെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച, അല്ലെ അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നി. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും തോന്നുന്നത്. അത് മമ്മൂക്കയുടെ പല വിഷയങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള അനുബന്ധ വിഷയങ്ങളൊക്കെ വന്നപ്പോഴും മോഹൻലാൽ സ്വീകരിച്ച സ്റ്റാൻഡ് അത് തന്നെയാണ്. ദിലീപിന്റെ പുതിയ സിനിമയിൽ മോഹൻലാൽ റോളുണ്ട്. മോഹൻലാൽ അടിച്ച് തകർത്ത് വാരി പഴയ ലാലേട്ടനായിട്ടാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗവുമാണ്. അപ്പോൾ മോഹൻലാലിനെതിരെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എന്നൊരു വൃത്തിയായിട്ടൊരു പെണ്ണുമ്പിള്ളുണ്ട്, അവർ വന്ന് എഴുതുന്നുണ്ട്. പിന്നെ ഭാഗ്യലക്ഷ്മി അതിജീവിതയുടെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരും വന്ന് എഴുതുന്നുണ്ട്. അവർ പറയുന്നത് മോഹൻലാൽ ഇത്രയും വിഷയം, ദിലീപിന്റെ വിഷയങ്ങൾ ഇത്രയും കടുകട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ദിലീപിനെ പോലെയുള്ള ഒരു ആഭാസന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിജീവിതയ്ക്ക് നീതി കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒപ്പമാണെന്ന് പറയുമ്പോഴും ഈ ഒരു ആഭാസനെ ചേർത്ത് പിടിക്കുന്നത് വളരെ വൃത്തികെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അവർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ, അതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴും ദിലീപിനെതിരെ കുറ്റം തെളിയിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നില്ല, തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പറയാൻ സാധിക്കും, തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ദിലീപിന്റെ ആ ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചതാണ് ഇപ്പൊ കുറെ ആളുകൾക്ക് കുരു പൊട്ടാനായിട്ട് കാരണമായിരിക്കുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനും രണ്ടുപേരും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രണ്ട് ആളുകളാണ്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ടാലൻറ്റ് അത് ഭയങ്കരമായിട്ടുള്ള ഓറയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം രണ്ടുപേർക്കും എന്തോ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയിന്മേൽ തന്നെയാണ് രണ്ടുപേരും അഭിനയിക്കുന്നത്. എന്നാൽ മമ്മൂട്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ല മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും വലിയേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു ചാത്തനാണുള്ളത്. ആ ചാത്തന് ഭക്ഷണമായിട്ട് മമ്മൂക്ക എന്താ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഒട്ടനവധി കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം സിനിമകളാണ്. അങ്ങനെയുള്ള സിനിമകളിൽ കൂടിയും അതേപോലെ തന്നെ ആ ഒരു അഭിനിവേശം അത് അടങ്ങാൻ വേണ്ടിയിട്ടുമൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു അഭിനിവേശത്തിൻ്റെയൊക്കെ ഒരു രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ആ ചാത്തനെ ഒതുക്കി നിർത്തുന്നത്. മമ്മൂക്കയ്ക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണെന്ന് മമ്മൂക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭ്രാന്തമായി സിനിമയെയും സിനിമാ ലോകത്തിനെയൊക്കെ കാണുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുക? നമുക്കറിയാം, ഒട്ടനവധി ആയിരക്കണക്കിന് നടന്മാരാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അതിന് മുകളിൽ പോകും. അപ്പം അങ്ങനെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്, സഹനടന്മാരുണ്ട്, അങ്ങനെയൊക്കെ ജൂനിയർ സീനിയർ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആരൊക്കെ വന്നാലും പോയാലും മമ്മൂട്ടിയും മോഹൻലാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എക്കാലത്തും നമ്മളെ വിസ്മയിപ്പിക്കുന്നതും അല്ലെ എക്കാലത്തും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യവും. പിന്നെ നമ്മുടെ കാലശേഷം കഴിഞ്ഞാലും മമ്മൂക്കയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു വസ്തുത. കാരണം മമ്മൂക്കയുടെ ആ മനസ്സിന്റെ ചെറുപ്പം തന്നെയാണ് അതിന് പ്രധാന കാര്യമായിട്ടുള്ളത്. പലരും പറയുന്നുണ്ട് മമ്മൂക്കയുടെ പണം കൊണ്ടാണ് മമ്മൂക്ക ചെറുപ്പമായിട്ടിരിക്കുന്നത്, മമ്മൂക്കയുടെ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ, അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഒരു പരിധിയില്ലേ സാറന്മാരെ? ട്രീറ്റ്മെന്റ് ഒക്കെ എത്രയാ? കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. എന്നാൽ ആ ഒരു മനസ്സിനെ ഒരു കുഞ്ഞാക്കി വെക്കുകയാണെങ്കിൽ, ഒരു മനസ്സ് എപ്പോഴും ചെറുപ്പമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കാലത്തും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. പലരുടെയും വിഷമം മമ്മൂക്കയുടെ കഴുത്തിൽ ഈ പാടുകൾ, ചുളുങ്ങിയ പാടുകൾ കാണാൻ മമ്മൂക്ക പെട്ടെന്ന് തീരുമെന്നായിരുന്നു. എന്നാൽ കളങ്കാവലി സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ കളങ്കാവലി സിനിമ കാണുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ചുളുങ്ങലോ അല്ലെ ഒരു വലിവോ ഒന്നും നമുക്ക് കാണാനില്ല. മമ്മൂക്ക ഇപ്പോഴും യൗവനമാണെന്നുള്ളത് ആ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും നിനക്കും നമുക്ക് എല്ലാവർക്കും വരുന്നത് പോലെ എല്ലാ ആളുകൾക്കും വരും. അത് മമ്മൂട്ടിക്ക് വന്നുകൂടാന്നില്ല, മമ്മൂക്കയ്ക്കും അതൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ജനങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ, അല്ലെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ, അഭിനയത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം അദ്ദേഹം മാറ്റിവെക്കും. അത് എത്ര വലിയ വേദനയാണെങ്കിലും അദ്ദേഹം അത് മാറ്റിവെക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അങ്ങ് പോയി. നമുക്ക് ആ ഇന്റർവ്യൂ എന്തായാലും ഒന്ന് കാണണമല്ലോ. ആ ഇന്റർവ്യൂവിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ അറിയാതെ അങ്ങ് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നത് പോലെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. മമ്മൂക്ക സ്നേഹിച്ച് കൊന്നു കളഞ്ഞ നായകന്മാർ, ഇന്റർവ്യൂ വിത്ത് കളങ്കാവൽ ഹീറോയിൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഞ്ചർ മീഡിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. I started sweating. അപ്പോൾ മമ്മൂക്ക എന്നെ ചോദിച്ചു, നീ എന്താ വീർത്തലേക്ക് ഇങ്ങനെ ടെൻഷൻ എടുക്കാൻ? ഞാൻ ആദ്യം പുറത്ത് അഭിനയിക്കുന്ന ഐഡിയ ഉണ്ടോ? Because my brain is stopped responding. ഒരു ബാഗ് തന്നു ഹോട്ടലിലേക്ക് കയറി പോകുന്നതാണല്ലോ. തൊട്ട് പറയും നമുക്ക് വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് എന്തോ ഇഷ്ടം എന്നോട് ചോദിച്ചു പേരെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു ചോദിക്കുമ്പോൾ വേറൊരു ലുക്കിലാണ് നമ്മൾ കാണുന്നത്. എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു മമ്മൂക്കയാണല്ലോ. മമ്മൂക്ക നമ്മളെ വർക്ക് വെച്ച് റെക്കഗ്നൈസ് ചെയ്യും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സിഗരറ്റിന്റെ കുറെ ഉപയോഗങ്ങൾ ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ തീവ്രമായി ഞാൻ പുള്ളിക്കാരത്ത് പറയാം. ഐ വിഷ് മറ്റേ ഹാരി പോട്ടറുടെ ഇൻവിസിബിൾ ക്ലോക്കില് ഐ വിഷ് മറ്റേ ചേതനെ സ്റ്റോക്കിട്ട് മമ്മൂക്ക അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഐ വോണ്ട് വേറെ ക്ലോക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ സിഗരറ്റ് ഷോട്ടിന്റെ കാര്യം ജിതിൻ സാർ പറയുന്നുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞതല്ല, അതെല്ലാം നമുക്ക് ഓൺ സ്പോട്ട് ചെയ്തതാണ്. അതൊന്നും പറയാൻ ഇംപ്രവൈസേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. റൗണ്ട് പോകുന്നത് എന്റെ സീനിൽ അറിയാം, റൗണ്ടിൽ പോകുന്നുണ്ട്. സിഗരറ്റിന്റെ ഇങ്ങനെ പോകുന്നു. ഷോട്ട് തുടങ്ങിയപ്പം നമുക്കത് കിട്ടുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു ബ്രാൻഡിൽ നിന്ന് പതുക്കെ ഒന്ന് മുഖം താഴ്ത്തി വന്നിട്ട് ഐറ്റു ആയി വന്നിട്ട് നിന്റെ പേടിയൊക്കെ ഇപ്പൊ മാറി. ഡയലോഗ് ഇപ്പൊ എന്താ പറയാ, ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട്. ആ ഒരു മോഡൽ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി ഡയലോഗ് പറഞ്ഞു. ഞാൻ നമുക്ക് കണ്ണിലേക്ക് നോക്കാം. നമുക്കത് കണ്ട് ബ്ലാക്ക് കളർ അല്ല, ബ്ലാക്ക് കളർ. നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റുന്ന സമയത്ത് നല്ല ഡിലേ വരുമല്ലോ. പക്ഷെ നമുക്ക് വളരെ കംഫർട്ടബിൾ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാനപ്പോ വാങ്ങിപ്പോയി. നമുക്ക് എന്നെ തട്ടി ഉണർത്തുന്നു. എന്ത് ചോദിക്കുന്നു, ഒരു ചായ എടുക്കട്ടെ. ഹായ്, ജിഞ്ചർ മീഡിയയിൽ ഇതിന്റെ കൂടെയുള്ളത് കളങ്കാവലിലെ നായികമാരാണ്, പ്രതിനായകന്റെ നായികമാർ. വെൽക്കം. കളങ്കാവൽ കണ്ട സമയത്ത് എനിക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ അതിൽ തുടങ്ങിയത് മുതൽ, മമ്മൂക്കായെ കണ്ടത് മുതൽ, അവിടെ മമ്മൂക്കാനെ പിന്നെ കണ്ടിട്ടില്ല സ്റ്റാൻലി, അല്ലെങ്കിൽ ആ ആൾ ആരാണോ ആ ഒരു ആന്റഗണിസ്റ്റിനെ മാത്രമാണ് കണ്ടിട്ടുണ്ട്. അവസാനം വരെ ആ ഹീറോ മറന്നു, ആ സ്റ്റാറിനെ മറന്നു. നമുക്ക് പുള്ളിയോട് തോന്നുന്ന ഒരു ഇമോഷൻ മൊത്തത്തിൽ വേറെ ഒന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പേർക്ക് അഭിനയിക്കുമ്പോൾ അപ്പോൾ ആ ലുക്കിൽ പുള്ളി വന്നപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്ത്? അത് മനസ്സിലായി. എന്തോ ഒരു പുള്ളിയുടെ ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഡൂയിങ് സംതിങ് ഡിഫറെന്റ് ടു എവറി മൂവി, അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലായി. സോ ഐ വാസ് വെരി ഹാപ്പി. അതായത് ഇപ്പം നമ്മൾ ഷോട്ടിനൊക്കെ മുമ്പ് പുള്ളി മൊത്തത്തിൽ ആ സ്റ്റാൻലി ആയിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ ചില ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ നമുക്കെന്നെ ഫേസ് ടു ഫേസ് നോക്കി ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കണ്ണിലും ആ ഒരു സ്കെയറി പരിപാടി ഉണ്ടായിരുന്നു. ആ ഫേസിൽ നോക്കി നമുക്ക് ആ ഒരു ഡയലോഗ് പറയാം, അതും ഇതുപോലത്തെ ഒരു ഡയലോഗ് പറയാന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റില് ഞാനൊന്ന് പേടിച്ചായിരുന്നു കണ്ടു. പക്ഷേ എനിക്കൊന്നും കഥ അറിയില്ല.
കഥയെ പറ്റി ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് എങ്ങനെ പോയി കാണുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ കഥാപാത്രം അല്ലാതെ വേറെ ഒരു ഐഡിയ കഥാപാത്രത്തിന്റെ ഗ്രാഫ് അറിയോ? അതുപോലും അറിയില്ല, അതിന്റെ വേരിയന്റ് നമുക്ക് അറിയത്തില്ല. ആ ഒരു സീൻ എന്താണെന്നുള്ളത് കണ്ടില്ലേ? ആ ഒരു ഇന്റർവ്യൂവിൽ മുഴുവനും ഇവർ പറയുന്നത് മമ്മൂക്കയുടെ ആ സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയാണ്. മമ്മൂക്ക അതുവരെ അവിടെ ഉണ്ടായിരുന്നൊരു മമ്മൂക്കയല്ല പിന്നീട് ഞാൻ അവിടെ കണ്ടത്, അല്ലെങ്കിൽ അതുവരെ അവിടെ ഉണ്ടായിരുന്നൊരു മമ്മൂക്കയല്ല പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. കഥാപാത്രത്തിലേക്ക് മാറിയതിന് ശേഷം, അല്ലെ കഥാപാത്രത്തിനെ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം മമ്മൂക്കയുടെ ഉള്ളിൽ മുഴുവനും ആ ഒരു പ്രതിനായകന്റെ രൂപമായിരുന്നു. ആ കണ്ണുകളിലും ആ ചുണ്ടുകളിലും ആ ശബ്ദത്തിലും ആ പെരുമാറ്റത്തിലും എല്ലാം അത് തന്നെയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഒരു മാജിക് ആണല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു മജീഷ്യനാണ്, അല്ലെങ്കിൽ ഒരു യുഗപുരുഷൻ, അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റു പല പേരുകളും വിളിക്കാൻ പറ്റും. ആ പേരുകളൊക്കെ എന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്, അയാൾക്ക് സിനിമ എന്ന് പറയുമ്പോൾ വലിയ ഭ്രാന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം ഭ്രാന്തമായി അഭിനയിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. അവർ സിഗരറ്റ് കടിക്കുന്ന സീനാണെങ്കിലും സിഗരറ്റ് ചവയ്ക്കുന്ന സീനാണെങ്കിലും 2 തവണ ആ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ആ പെൺകുട്ടി ആദ്യം പറയുന്നത് പോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ ടച്ച് എല്ലാം മമ്മൂക്കയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ളൊരു മമ്മൂക്കയെ അല്ല ആ സിനിമയിൽ വരുമ്പോൾ. നമുക്കറിയാം പല സിനിമയിലും പല കഥാപാത്രങ്ങൾ വരുമ്പോഴും ഓരോ കഥാപാത്രത്തിനനുസരിച്ച് അവരുടെ രൂപം മാറ്റങ്ങളൊക്കെ വരും. എന്നാൽ ഇത് ഈ ഒരു പടം വരുമ്പോൾ, കളങ്കാവിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാനൊരു ഉറപ്പ് പറയാം, ഈ ഒരു സിനിമ മമ്മൂട്ടി അല്ലാതെ വേറെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ കൺഫേം പറയാണ്, മമ്മൂട്ടി അല്ലാതെ ഏത് നടൻ വന്നാലും, മോഹൻലാൽ അല്ല ഇനി ഏത് കൊമ്പത്തുള്ള നടന്മാർ വന്നാലും മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ ഒരുത്തിനും അനുകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആവർത്തന വിരസത തോന്നും. ഇനി ഒരു പക്ഷേ ഇത് മമ്മൂട്ടിയുടെ സിനിമയല്ല, മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരുടെ സിനിമയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഏത് രീതിയിൽ വരുമെന്നുള്ളത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾ ചെയ്യുന്നതെല്ലാം, അല്ലെ ആൾ കൈവെക്കുന്നതെല്ലാം പൊന്നാക്കിയിട്ട് പോയിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് കളങ്കാവിൽ നമ്മൾ കാണുന്നത്. കളങ്കാവിൽ ഇപ്പോഴും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു 74ാമത്തെ വയസ്സിലും ആ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം, ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശവും വെച്ചുകൊണ്ട് ഭ്രാന്തമായിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കയറി കാണാം. ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും മതി മറന്നിരുന്നു. കാരണം അതിനകത്തിൽ എല്ലാ ആളുകൾക്കും പറയാനുള്ളത് മമ്മൂക്കയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്ത് എന്താണ്, മമ്മൂക്ക ഇങ്ങനെയാണ്, മമ്മൂക്ക അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് വീഡിയോ കാണുന്ന നമുക്കും അല്ലെ സിനിമ കാണുന്ന നമുക്കും തോന്നുന്നത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനോടുള്ള ഒരുപാട് സ്നേഹവും ഒരുപാട് ആരാധനയും. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.